ഓക്കെ, ഇന്ന് വളരെ വളരെ വലിയൊരു പുതിയ ഒരു ഇൻഫർമേഷൻ ആണ് ഞാൻ നിങ്ങൾക്ക് തരാൻ ഉദ്ദേശിക്കുന്നത്. നമ്മുടെ മസിൽ ഹെൽത്ത് എങ്ങനെ നമ്മുടെ ബ്രെയിൻ ഹെൽത്തിനെ ഹെൽപ്പ് ചെയ്യും. ബ്രെയിൻ ഹെൽത്ത് നമുക്കറിയാം, നമ്മുടെ ഓർമ്മശക്തി, നമ്മുടെ ബാലൻസ് തെറ്റുക, പ്രായമാകുന്നതനുസരിച്ച് ഇയർ ബാലൻസിങ് തെറ്റി വീഴുന്ന പ്രശ്നം ഉണ്ടാകുക, ഇങ്ങനെയൊക്കെയുള്ള പ്രശ്നം ഉണ്ടാകാതെ നമ്മൾക്ക് എങ്ങനെ നോക്കാം. അത് തന്നെയല്ല നമ്മുടെ ബ്രെയിൻ ഹെൽത്ത്. ഈ കാലഘട്ടത്തിൽ ഉണ്ടാകുന്ന അൾഷിമേഴ്സ്, അതുപോലെ സ്ട്രോക്ക്, ഇതുപോലുള്ള അസുഖങ്ങൾ വരാതിരിക്കാൻ നമ്മൾ ഇപ്പോഴേ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമ്മൾക്ക് അത് വരാതെ നോക്കാം. നമുക്കൊന്നും അൾഷിമേഴ്സ് വരികയോ അല്ലെങ്കിൽ പാർക്കിൻസണിസം വരികയോ ഒക്കെ ചെയ്തു കഴിഞ്ഞാലുള്ള കുടുംബത്തിലെ ബുദ്ധിമുട്ടുകൾ നമ്മൾ മനസ്സിലാക്കണം. അപ്പൊ അതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്, അതിനകത്ത് നമ്മൾ രാവിലെ എക്സർസൈസ് പ്രോഗ്രാമിൽ പങ്കെടുക്കുക എന്നുള്ളതാണ്. അപ്പൊ ഇതിനകത്ത് സലീം ഭായി മാത്രമാണ് റെഗുലർ ആയിട്ട് രാവിലെ എക്സർസൈസ്, ഫിസിക്കൽ എക്സർസൈസ് പ്രോഗ്രാമിൽ പങ്കെടുക്കുന്നുള്ളൂ. അത് നിങ്ങൾക്ക് കഴിവതും നിങ്ങൾക്ക് രാവിലെ 6:15 അതിന് പങ്കെടുക്കാൻ ശ്രമിക്കുക. അത് ആ സെയിം പ്രോഗ്രാം വൈകുന്നേരം 7 മണിക്കും ഉണ്ട്. അങ്ങനെ 7 മണിക്ക് പറ്റുന്നവർക്ക് 7 മണിക്കും ചെയ്യാം. ഇപ്പൊ ഇരുന്ന് ചെയ്യാൻ പറ്റുന്ന ആൾക്കാർ ഇരുന്ന് തന്നെ ചെയ്യുക. അറ്റ്ലീസ്റ്റ് അപ്പർ ബോഡി ചെയ്യുക. ഇരുന്നു കൊണ്ട് ലെഗ് മസിൽസും നമുക്ക് ചെയ്യാൻ സാധിക്കും. ഓക്കെ, അപ്പൊ ഇന്നത്തെ പ്രോഗ്രാം എന്താണെന്ന് നമുക്ക് നോക്കാം. കാലുകളുടെ ശക്തി ആണ് നമ്മുടെ ബ്രെയിൻ ഹെൽത്തിനെ സഹായിക്കുന്നത്. നമ്മൾ ആദ്യമായിട്ട് കേൾക്കുന്നതായിരിക്കും കാലുകളുടെ ശക്തി. ഇപ്പൊ നമ്മളിവിടെ കാലിന്റെ പിക്ചർ കൊടുത്തിട്ടുണ്ട്, അതിന് ബ്രെയിനും കൊടുത്തിട്ടുണ്ട്. നമ്മൾ എങ്ങനെ എത്രമാത്രം എക്സർസൈസ്, ഫിസിക്കൽ എക്സർസൈസ് ചെയ്ത് നമ്മുടെ ലോവർ ബോഡി മസിൽസ് സ്ട്രെങ്തൻ ആക്കുന്നു, അതനുസരിച്ച് നമ്മുടെ ബ്രെയിൻ ഹെൽത്തിനെ ഹെൽപ്പ് ചെയ്യും എന്നുള്ളതാണ്. അപ്പൊ അതിനകത്ത് നോക്കാം നമുക്ക് അത് എങ്ങനെയാണ് സാധ്യമാക്കുന്നത് എന്ന് നമുക്കൊന്ന് നോക്കാം. ഓക്കെ, കാലുകളുടെ ശക്തി അല്ലെങ്കിൽ നമ്മുടെ കാലുകൾ സ്ട്രെങ്തൻ ചെയ്യുന്നു എന്നതിനെ അടിസ്ഥാനമാക്കിയാണ് നമ്മുടെ ബ്രെയിൻ ഹെൽത്തും. നമ്മൾ ആദ്യമേ മനസ്സിലാക്കണം, പ്രകൃതി എത്ര പെർഫെക്റ്റ് ആയിട്ടാണ് എല്ലാം ചെയ്ത്. നമ്മൾ വിചാരിക്കുക നമ്മൾ ഏതെങ്കിലും ഒരു സ്ഥലം മാത്രം ചെയ്താൽ, ഇതെല്ലാം കോർഡിനേറ്റഡ് ആണ്. നമ്മളുടെ എല്ലാ കാര്യങ്ങളും, മസിൽസ്, ബോണ്, സ്കിന്ന്, ഇതെല്ലാം കോർഡിനേറ്റ് ചെയ്ത് വർക്ക് ചെയ്തൊരു വലിയൊരു സംവിധാനമാണ് നമ്മുടെ ബോഡി എന്ന് നമ്മൾ മനസ്സിലാക്കുക. അപ്പൊ നമ്മൾ പലരും എങ്ങനെയാണ് നമ്മുടെ മസിൽ ബിൽഡ് ചെയ്ത് കഴിഞ്ഞാൽ എങ്ങനെയാണ് നമ്മൾക്ക് ഈ പറയുന്ന ബ്രെയിൻ ഹെൽത്ത് ഉണ്ടാക്കിയെടുക്കുന്നതെന്ന് നമ്മൾ പലരും ചിന്തിച്ചേക്കാം. നിങ്ങളുടെ കാലുകളുടെ ശക്തി കുറയുമ്പോൾ നിങ്ങളുടെ ബ്രെയിൻ പ്രവർത്തനം ബാധിക്കുമോ എന്നുള്ളതാണ് ഒരു ക്വസ്റ്റ്യൻ. കാലുകളുടെ ശക്തി, നമ്മളുടെ കാലിന്റെ ബലം കുറയുമ്പോൾ നമ്മുടെ ബ്രെയിനിനെ എങ്ങനെ ബാധിക്കും എന്നാണ് ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത്. നമ്മൾ സാധാരണ ബ്രെയിൻ ഹെൽത്ത് എന്ന് പറഞ്ഞാൽ ഓർമ്മശക്തി മാത്രം ചിന്തിക്കും. പക്ഷെ അതിന്റെ കീ കാലുകളിലാണ്. ഞാൻ ഒരിക്കൽ നിങ്ങളുടെ അടുത്ത് പറഞ്ഞു എന്ന് പറഞ്ഞാൽ, നമ്മുടെ കാഫ് മസിൽസ്, മുട്ടിന് താഴെയുള്ള മസിൽസും നമ്മുടെ ഹാർട്ട് ഹെൽത്തിനെ സഹായിക്കുന്നുണ്ട്. നമ്മുടെ ഹാർട്ട് പമ്പിനെ സഹായിക്കുന്നുണ്ട്. നമ്മുടെ മുട്ടിന് താഴെയുള്ള കാഫ് മസിൽസ് എന്ന് പറയും. അതിന് മലയാളത്തിൽ എന്താ പറയുന്നത് എനിക്കറിയില്ല. ആ കാഫ് മസിൽസ് സ്ട്രെങ്തൻ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഹാർട്ട് ഹെൽത്ത് ഇംപ്രൂവ് ചെയ്യാൻ സാധിക്കും. സോ നമുക്കിത് നോക്കാം. അരയ്ക്ക്, അതായത് ലോവർ ബോഡി മസിൽസ് സ്ട്രെങ്തൻ ചെയ്താൽ അത് നമ്മുടെ ബ്രെയിൻ ഹെൽത്തിനെ സഹായിക്കും. ഒരു സിനിമ ഡയലോഗ് ഉണ്ട്, ആരായിരുന്നു എന്നെനിക്ക് ഓർമ്മയില്ല, നിന്റെ കായിക ശക്തിയെ എന്റെ ബുദ്ധി കൊണ്ട് ഞാൻ തോൽപ്പിക്കുമെന്ന് പറഞ്ഞത്. അത് വളരെ തെറ്റായ ഒരു സ്റ്റേറ്റ്മെന്റ്. ആരാണ് ഇപ്പൊ നമുക്ക് അസുഖമില്ലാതെ കിടക്കുന്ന ആളുടെ പേര് എനിക്ക് അറിയില്ല, വിട്ടുപോയി. വളരെ നല്ലൊരു മനുഷ്യനാണ്. അദ്ദേഹമാണ് ആ ഒരു മോഹൻലാലിനോട് പറയുന്നത്, നിന്റെ കായിക ശക്തിയെ എന്റെ ബുദ്ധിശക്തി കൊണ്ട് തോൽപ്പിക്കും കേട്ടോ. നമ്മൾ ഇത് രണ്ടും ഒന്നിച്ച് പ്രവർത്തിക്കേണ്ട കാര്യമാണെന്നുള്ളതാണ് ഇവിടെ പറയാൻ ഞാൻ ആഗ്രഹിച്ചത്. ലെഗ് മസിൽസ് ഈസ് ഈക്വൽ ടു ബ്രെയിൻ ഹെൽത്ത്. ഇത് പലർക്കും അറിയില്ല എന്നുള്ളതാണ്. പോകെ സയൻസ് പലതും കണ്ടുപിടിച്ച് നമ്മളിലേക്ക് എത്തിക്കുന്നുണ്ട്, അത് പലരിലേക്ക് എത്തുന്നില്ല എന്നുള്ളതാണ്. സ്ട്രോങ് മസിൽസ്, ബെറ്റർ മെമ്മറി ആൻഡ് കോഗ്നിഷൻ എന്ന് പറയുന്നത് ബ്രെയിൻ ഹെൽത്തിനെയാണ് പറയുന്നത്. ബ്രെയിനിന്റെ പ്രവർത്തനത്തിലാണ് കോഗ്നിറ്റീവ് ഹെൽത്ത് എന്ന് പറയുന്നത്. ആ കോഗ്നിറ്റീവ് എന്ന് പറഞ്ഞാൽ നമുക്ക് ചിന്തിക്കാനും എല്ലാ കാര്യങ്ങളും, ഇപ്പൊ നമ്മൾ പറയുന്നുണ്ട്, നമ്മൾ ബ്രീത്തിങ് ഹെൽത്ത് ഇംപ്രൂവ് ചെയ്ത് കഴിഞ്ഞാൽ നല്ല രീതിയിൽ ചിന്തിക്കാം, പോസിറ്റീവ് ചിന്തിക്കുന്ന രീതിയിലേക്ക് നമുക്ക് വളരാൻ സാധിക്കുമെന്ന് പറയുന്നത്. അതുപോലെ തന്നെ കോഗ്നിറ്റീവ് ഹെൽത്ത് എന്ന് പറയുന്നത് ബ്രെയിൻ ഹെൽത്ത് ആണ്. ആ ഹെൽത്ത് ലെഗ് മസിൽസ് ആണ് അതിന് ഹെൽപ്പ് ചെയ്യുന്നത്.
പേശികളുടെ ശക്തി നമ്മുടെ ബുദ്ധിശക്തിയുമായി നേരിട്ട് ബന്ധമുണ്ട്. ആൾക്കാർ പറയുന്ന ആ ഡയലോഗാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. നമ്മുടെ കായിക ബലവും ബുദ്ധിയുള്ളവന് വലിയ കായിക ബലത്തിന്റെ ആവശ്യമൊന്നും ഇല്ല. അതേസമയം ഇങ്ങനെ നമ്മൾ ചിന്തിച്ചിരിക്കുന്നത്. പക്ഷെ നമ്മൾക്ക് ബുദ്ധിശക്തിയും നമ്മുടെ നല്ല ഓർമ്മശക്തിയും ഒക്കെ വളരണമെങ്കിൽ കായികമായിട്ട് അപ്പൊ ഈ കാലഘട്ടത്തിന്റെ പ്രശ്നമാണ് എന്ന് പറയുന്നത്. നമ്മൾ പണ്ടൊക്കെ നന്നായിട്ട് പണിയെടുക്കുന്ന സമയത്ത് ഈ കാലുകളുടെ പേശികൾ നന്നായിട്ട് വർക്ക് ചെയ്തിരുന്നു. ഇപ്പൊ ഉണ്ടാകുന്ന എല്ലാ അസുഖങ്ങളുടെ കാരണം നമ്മൾ കായികമായിട്ട് വർക്ക് ചെയ്യുന്നില്ല, കായികമായിട്ട് എക്സർസൈസ് ചെയ്യുന്നില്ല. അതിന്റെ സൊല്യൂഷനാണ് എക്സർസൈസ് ചെയ്യുക എന്നുള്ളത്. നമുക്ക് ഇപ്പൊ പോയി ഇനി പറമ്പിൽ പോയി പണിയെടുക്കാനോ പാടത്ത് പണിയെടുക്കാനുള്ള സൗകര്യമില്ല. അപ്പൊ നമ്മൾ അതിനു വേണ്ടി നമ്മുടെ ഈ ഫിസിക്കൽ എക്സർസൈസ് സപ്ലിമെന്റ് ചെയ്ത് നമ്മുടെ ശരീരത്തിന് കൊടുക്കേണ്ടതായിട്ടുണ്ട്. എന്തിലാണോ കുറവ് അവിടെയാണ് സപ്ലിമെന്റേഷൻ. കുട്ടികളെയൊക്കെ എന്തിനാണ് ട്യൂഷൻ കൊടുക്കുന്നത്? ഏത് സബ്ജക്റ്റിലാണ് അവൻ കുറവ് അവിടെയാണ് ട്യൂഷൻ കൊടുക്കുന്നത്. എന്ന് പറഞ്ഞ പോലെ നമ്മളുടെ കോഗ്നിറ്റീവ് ഹെൽത്ത്, നമ്മുടെ ബ്രെയിൻ ഹെൽത്തിനും നമ്മൾ ഈ പറയുന്ന ഫിസിക്കൽ ഹെൽത്ത് വളരെ അത്യാവശ്യമാണെന്ന് നമ്മൾ മനസ്സിലാക്കണം. അടുത്തതെന്ന് പറയുന്നത് നമുക്ക് വാട്ട് ഈസ് മയോക്കിൻസ്? മയോക്കിൻസ് എന്ന് പറയുന്ന ഒരു നമ്മുടെ ശരീരത്തിൽ ഉണ്ടാകുന്ന ഒരു പ്രോട്ടീൻ. അത് എന്താണെന്ന് നമുക്ക് ഈ മയോക്കിനാണ് ഇതിനെ ഹെൽപ്പ് ചെയ്യുന്നത്. മയോക്കിൻ ഈസ് എ മസിൽ പ്രൊഡ്യൂസ്ഡ് പ്രോട്ടീൻ. ഞാൻ പ്രോട്ടീനെ കുറിച്ച് നമ്മൾ പറഞ്ഞു. നമ്മുടെ പ്രോട്ടീനാണ് നമ്മുടെ ശരീരത്തിലെ ഓരോ കോശങ്ങളെ ബിൽഡ് ചെയ്യുന്നത്. പ്രോട്ടീൻ, അതായത് നമ്മുടെ ഫിസിക്കൽ ഹെൽത്തിനകത്ത് ന്യൂട്രിയൻസിനെ കുറിച്ച് ക്ലാസ്സിൽ നിങ്ങൾ കേട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അറിയാം പ്രോട്ടീന്റെ ഇമ്പോർട്ടൻസ്. പ്രോട്ടീനാണ് നമ്മുടെ ശരീരത്തിന്റെ ഓരോ സെല്ലുകൾ നശിക്കുന്ന കോശങ്ങളെ ബിൽഡ് ചെയ്യുന്നത് പ്രോട്ടീനാണ്. ഈ പ്രോട്ടീനുള്ള അമിനോ ആസിഡ്സ് ഏകദേശം 23ഓളം അമിനോ ആസിഡ്സ് നമ്മുടെ ശരീരത്തിലുണ്ട്. അതിൽ വെറും 9 ടൈപ്പ് അമിനോ ആസിഡ് മാത്രം നമ്മൾ ഭക്ഷണത്തിൽ കൂടി നമ്മുടെ ശരീരത്തിൽ കൊടുത്താൽ മതി. ബാക്കി എല്ലാ അമിനോ ആസിഡും നമ്മുടെ ശരീരം തന്നെ ഉൽപ്പാദിപ്പിക്കുന്നുണ്ട്. ഒരു 1 മിനിറ്റ് പറയുന്ന കേൾക്കുന്നുണ്ടല്ലോ? അത് കൈ കാണിച്ചേ. സലീം ഭായി പറയുന്നത് കേൾക്കുന്നുണ്ടോ? ഓക്കെ. എന്തെങ്കിലും കട്ടായി കഴിഞ്ഞാൽ അറിയില്ല. ഓക്കെ. അപ്പോൾ ഈ മയോക്കിൻ എന്ന് പറയുന്ന ഒരു ടൈപ്പ് ഓഫ് പ്രോട്ടീൻ ആണ്. ഞാൻ പറഞ്ഞു ഓരോ കോശങ്ങൾക്കും വ്യത്യസ്തമായിട്ടുള്ള പ്രോട്ടീനാണ് ആവശ്യം. ഈ പ്രോട്ടീനിന്റെ കെമിക്കൽ ഇത് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പറയുന്ന പലതരത്തിലുള്ള പ്രോട്ടീൻ അമിനോ ആസിഡ്സ് എന്നാന്ന് പറയുന്നത്. കണ്ണിന് വേണ്ടിയുള്ള അമിനോ ആസിഡ് വ്യത്യസ്തമാണ്, ഈ മസിൽസിന് വേറെയാണ്, സ്കിന്നിന് വേറെയാണ്, നമ്മുടെ അസ്ഥികൾക്ക് വേറെയാണ്. ഇതിനെല്ലാം നമുക്ക് വ്യത്യസ്തമായ അമിനോ ആസിഡ്സ് വേണം. നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിൽ ഈ പറഞ്ഞ 9 ടൈപ്പ് അമിനോ ആസിഡ്സ് ഇല്ലെങ്കിൽ, അതായത് വ്യത്യസ്തമായ പ്രോട്ടീൻ നമ്മൾ കഴിക്കണം. പലതരത്തിലുള്ള മീറ്റ്, മുട്ട, പാല് ഇതിൽ നിന്നാണ്, അല്ലെങ്കിൽ അതിൽ നിന്ന് പറഞ്ഞാൽ പയറുവർഗ്ഗങ്ങളിലും ഇത് ഉണ്ട്. അപ്പൊ ഇതിനെല്ലാം വ്യത്യസ്തമായ പ്രോട്ടീനാണ് നമുക്കുള്ളത്. അങ്ങനെ ഒരു 9 നമ്മുടെ ശരീരത്തിൽ ചെന്ന് കഴിഞ്ഞാൽ ബാക്കിയുള്ള 23 ബാക്കിയുള്ളതെല്ലാം 24 നമ്മുടെ ശരീരം തന്നെ ഉൽപ്പാദിപ്പിക്കും. അപ്പൊ ഈ മയോക്കിൻസ് എന്ന് പറയുന്ന ഈ പ്രോട്ടീനാണ് നമ്മുടെ ബ്രെയിൻ ഹെൽത്തിനെ സഹായിക്കുന്നത്. അപ്പൊ എക്സർസൈസ് ഈസ് ഈക്വൽ ടു മയോക്കിൻ റിലീസ്. ഈ മയോക്കിൻ റിലീസ് ചെയ്യുന്നത് മസിൽസിൽ നിന്നാണ്. വ്യക്തമായി കാണുമെന്ന് വിചാരിക്കുന്നു. മയോക്കിൻസ് എന്ന് പറയുന്ന പ്രോട്ടീൻ പ്രൊഡ്യൂസ് ചെയ്യുന്ന മസിൽസ് ആണ്. അപ്പൊ അവിടെയാണ് നമ്മുടെ ഏറ്റവും വലിയ മസിൽസ് ആയ ലോവർ ബോഡി, നമ്മുടെ തൈ മസിൽസിലാണ് ഏറ്റവും വലിയ മസിൽസ് എന്ന് പറയുന്നത്. പേശികൾ പ്രവർത്തിക്കുമ്പോൾ അവ ശരീരവുമായി സംസാരിക്കുന്നു. എങ്ങനെയാണ്? നമ്മുടെ ബ്രെയിൻ പറഞ്ഞിട്ടാണ് നമ്മൾ ഓരോ കാര്യവും ചെയ്യുന്നത്. നമ്മുടെ ഓരോ പ്രവർത്തനത്തിനും നമ്മുടെ ശരീരത്തിൽ നിന്നുള്ള ബ്രെയിനിൽ നിന്നുള്ള കമാൻഡ് കിട്ടിയിട്ടാണ് നമ്മൾ വർക്ക് ചെയ്യുന്നത്. അപ്പൊ നമ്മുടെ കാലുകൾ വർക്ക് ചെയ്യുന്നതും എങ്ങനെയാണ്? ബ്രെയിനിൽ നിന്ന് കമാൻഡ് കിട്ടുമ്പോഴാണ്. അപ്പൊ അവിടെ മയോക്കിൻസ് കുറവ് വന്നു കഴിഞ്ഞാൽ നമ്മൾക്ക് ശരീരത്തിന്റെ ലോവർ ബോഡി എക്സർസൈസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പൊ ആ ലോവർ ബോഡി എക്സർസൈസ് ചെയ്യുമ്പോൾ, അതായത് തൈസിനും കാഫ് മസിൽസിനും ഉള്ള എക്സർസൈസ്, ഒന്ന് ഇരിക്കുക. അതെന്ന് പറഞ്ഞാൽ ഏറ്റവും നല്ല എക്സർസൈസ് നമ്മൾ സിനിമയിലെങ്കിലും കണ്ടിട്ടുണ്ടാവും. പോലീസ് സ്റ്റേഷനിൽ പോയിട്ടുള്ളവർ കണ്ടറിയാം. കസേരയിൽ ഇരിക്കുന്നത് പോലെ പോലീസുകാര് ആൾക്കാരെ ഇരുത്തുന്നത്. അതൊരു ബെസ്റ്റ് എക്സർസൈസ് ആണ്. പണ്ടൊക്കെ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് ഈ ചെവിയിൽ ഇങ്ങനെ പിടിച്ചുകൊണ്ട് നമ്മള് ഏത്ത പിടിക്കുക എന്നൊക്കെയാണ് എന്റെ നാട്ടിൽ പറഞ്ഞത്. ഏത്ത പിടിക്കുന്നത് ഏറ്റവും ബെസ്റ്റ് എക്സർസൈസ് ആണ്. അതുപോലെ തന്നെ സാറുമാര് നമ്മുടെ ചെവി ഇങ്ങനെ തിരുമ്മിയിരുന്നില്ലേ, ഏറ്റവും ബെസ്റ്റ് എക്സർസൈസ് ആണ്.
അത് വളരെയധികം നമ്മുടെ കോഗ്നിറ്റീവ് ഹെൽത്തിന്, ഈ ചെവി ഇട്ടിപ്പിരിക്കുന്നത് നമ്മൾ ഇപ്പൊ അതൊരു എക്സർസൈസ് ആയിട്ട് പ്രാക്ടീസ് ചെയ്യുന്നുണ്ട് ആൾക്കാർ. ഇങ്ങനെ സാറുമാരെ ചെയ്യുന്നില്ല, സാറുമാരെ ചെയ്യാനുള്ള ധൈര്യമില്ലാത്തതുകൊണ്ട് സ്വയം ചെയ്യുന്ന രീതിയിലേക്ക് ആൾക്കാർ മാറിക്കൊണ്ടിരിക്കുകയാണ്. സോ നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മുടെ ശരീരത്തിൽ ഉണ്ടാകുന്ന ഓരോ ആക്ടിവിറ്റീസും ബ്രെയിനുമായിട്ട് കണക്ട്. അപ്പൊ പേശികൾ പ്രവർത്തിക്കുമ്പോൾ അവ ശരീരവുമായി സമ്പാദിക്കുന്നത് എന്തിനാണ്? എവിടെ വിശക്കുന്നു എന്ന് പറയുന്നു, ദാഹിക്കുന്നു എന്ന് പറയുന്നു, പോലെ മയോക്കിൻസ് വേണമെന്ന് പറയുമ്പോൾ നമ്മുടെ ശരീരത്തിൽ നമ്മൾ ഈ കുത്തിയിരുന്നു കഴിഞ്ഞാൽ അത് നടക്കില്ല. ബ്രെയിൻ എത്ര കമാൻഡ് കൊടുത്തും അത് കുത്തിയിരുന്നിട്ട് കാര്യമില്ല. നമ്മൾ പേശികൾ പ്രവർത്തിക്കുമ്പോഴാണ് കമാൻഡ്സുകൾ വരുന്നത്. ഇപ്പൊ നമ്മൾ മനസ്സിലാക്കുക അതിനുള്ള സയന്റിഫിക് എവിഡൻസ് ആണ്. സയന്റിഫിക് എവിഡൻസ് എല്ലാ കാര്യങ്ങളും ലോകത്തിൽ ഞാൻ പറഞ്ഞു ഈ 20% ആയിട്ടുള്ള ആൾക്കാര് പാരാസിമ്പത്തറ്റിക് നാഡീവ്യൂഹം ഉള്ള ആൾക്കാരാണ് നമ്മൾക്ക് ഓരോന്നോരോന്ന് കൊണ്ടേ തരുന്നത്. അപ്പൊ സയന്റിഫിക് ആയിട്ട് സ്റ്റഡി നടത്തിയിട്ടാണ് ഈ കാര്യം നിങ്ങളോട് പറയുന്നത്. നടത്തിയ സ്റ്റഡി, ഒന്നാമത്തെ സ്റ്റഡി എന്ന് പറഞ്ഞാൽ 300 ട്വിൻസ് ഇരട്ട കുട്ടികളെ സെലക്ട് ചെയ്തിട്ട് 12 വർഷം സ്റ്റഡി ചെയ്തു. ഇരട്ട കുട്ടികളിൽ ഒരു കുട്ടിക്ക് ശരിയായ ഈ പറയുന്ന എക്സർസൈസ് പ്രോഗ്രാം കൊടുത്തു, മറ്റേ കുട്ടി സാധാരണ രീതിയിൽ നടക്കാനും അനുവദിച്ചു. അങ്ങനെ നല്ല രീതിയിൽ എക്സർസൈസ്, ഈ സ്ട്രോങ് ആയിട്ട് ലോവർ ബോഡി എക്സർസൈസ് കൊടുത്തിട്ടാണ് ആ ഒരു കുട്ടിയെ ട്രെയിൻ ചെയ്തത്. ഏകദേശം 12 വർഷത്തോളം ആ കുട്ടിയെ എങ്ങനെ ചെയ്ത് നോക്കി കഴിഞ്ഞപ്പോൾ ബെറ്റർ കോഗ്നിറ്റീവ് സ്കോർ ആ ലോവർ ബോഡി എക്സർസൈസ് ചെയ്ത കുട്ടികളിൽ കാണാൻ സാധിച്ചു. സ്ട്രോങ് ലെഗ് ഉണ്ടായി. അതായത് നമ്മുടെ ലെഗ് ശരിക്കും സ്ട്രോങ് ആക്കുക, കാലുകൾ നല്ല സ്ട്രോങ് ആക്കുക. ഞാൻ പറഞ്ഞില്ല, കാഫ് മസിൽസിലാണ് നമ്മുടെ ഹാർട്ടിന്റെ അടുത്ത ഹാർട്ട് പമ്പ് ചെയ്യുന്ന പോലെ ഹെൽപ്പ് ചെയ്യുന്ന ഒന്നാണ് നമ്മുടെ കാഫ് മസിൽ. എന്നാൽ അതിന് മലയാളം എന്താണെന്ന് എനിക്കറിയില്ല. നമ്മുടെ മുട്ടിന് തൊട്ട് താഴെയുള്ള പുറകിലുള്ള മസിൽ, അത് ഒരു ഹാർട്ട് പോലെ പ്രവർത്തിക്കുന്ന ഒരു മസിലാണ്. അതായത് ഈ കാണുന്ന നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോന്ന് അറിയില്ല. സോ അടുത്ത സ്റ്റഡി നടത്തിയെന്ന് പറഞ്ഞാൽ 55 വയസ്സിന് മുകളിലുള്ള 200 ആളുകളിൽ 6 മാസം നടത്തിയ ഒരു പരീക്ഷണമാണ്. അതിനകത്ത് ലെഗ് എക്സർസൈസ് ഗ്രൂപ്പ് എന്ന് പറഞ്ഞ കുറെ ആൾക്കാരെ ചെയ്തു. എന്നിട്ട് അവർക്ക് അവരുടെ ബ്രെയിൻ ഹെൽത്ത് ഇംപ്രൂവ് ചെയ്യാൻ സാധിച്ചു എന്ന് കണ്ടെത്തി. നമുക്കറിയാം 55 വയസ്സിന് ശേഷമാണ് നമ്മൾക്ക് അൽഷൈമേഴ്സ്, പാർക്കിൻസൺസം എന്ന് പറഞ്ഞ അസുഖങ്ങളൊക്കെ ഉണ്ടാകുന്നത്. അപ്പൊ അതിൽ ഒഴിവാക്കാൻ നമ്മളെ സഹായിക്കുന്നത് നമ്മുടെ ലോവർ ബോഡി. ഞാൻ പറഞ്ഞു വരുന്ന എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഇനി നിങ്ങൾ വിഷമിക്കാൻ പറയല്ല, എക്സർസൈസ് ചെയ്തേ പറ്റും. ഞാൻ ആദ്യമേ പറയാറുണ്ട്, അറ്റ്ലീസ്റ്റ് മരിക്കാനുള്ള ആരോഗ്യമെങ്കിലും നമ്മൾ ഉണ്ടാക്കണം. സമൂഹത്തിന് ഒരു ബാധ്യതയാകാതെ നമ്മൾ ജീവിക്കണം. അപ്പൊ നമ്മൾ ഈ പ്രായമായി കഴിഞ്ഞാൽ നമ്മൾ ഇത് ചെയ്തേ മതിയാവൂ. അതിന് നമ്മൾ ടൈം കണ്ടെത്തിയേ മതിയാവുള്ളൂ. ഞാൻ എൻ്റെ വെബിനാറിലേക്ക് ആളുകളെ ഇൻവൈറ്റ് ചെയ്യുമ്പോൾ അവരോട് പറയുന്നത്, നിങ്ങളൊരു 1/2 മണിക്കൂർ ദിവസവും കണ്ടെത്താൻ നിങ്ങൾക്ക് സാധിക്കുകയില്ലെങ്കിൽ ഞങ്ങളുടെ ഈ കമ്മ്യൂണിറ്റിയിലേക്ക് വരണ്ട. ഒരു കാര്യമല്ല, ക്ലാസ് കേട്ടിരുന്നുകൊണ്ട് ഒരു ഗുണവും നിങ്ങൾക്ക് ഉണ്ടാവുകയില്ല എന്നാണ് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്. സോ വൈ ലെഗ് മാറ്റർ? എന്തുകൊണ്ടാണ് അങ്ങനെ കാലിന് അത്ര പ്രത്യേകത? ലാർജ് മസിൽസ്, നമ്മുടെ തൈ മസിൽസ്, നമ്മുടെ തൊടയിലാണ് ഏറ്റവും വലിയ മസിൽസ് ഉണ്ടാകുന്നത്. വലിയ മസിൽസ് മോർ മയോക്കിൻസ് ഉണ്ടാക്കുന്നു. ആ മസിൽസ് ആണ് ഇത് പ്രൊഡ്യൂസ് ചെയ്യുന്നത്, പ്രോട്ടീൻ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. നമ്മൾ സാധാരണ പറയുന്നത് നമ്മൾ കഴിക്കുന്ന പ്രോട്ടീൻ നമ്മുടെ സ്റ്റൊമക്കിൽ ചെന്ന് അവിടെ നിന്ന് പ്രോസസ് ചെയ്തിട്ടുണ്ട്. പക്ഷെ മയോക്കിൻസ് എന്ന് പറയുന്ന പ്രോട്ടീൻ നമ്മുടെ മസിൽസ് ആണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. മോർ മയോക്കിൻസ് ബെറ്റർ ബ്രെയിൻ ഫങ്ഷൻ. അപ്പോ അത് ആക്ടിവേറ്റ് ചെയ്താൽ മാത്രമേ ഉണ്ടാവുള്ളൂ. നമുക്ക് നമ്മുടെ തൈ മസിൽ നല്ല വലുപ്പത്തിലാണ് ഇരിക്കുന്നതെന്ന് പറഞ്ഞതുകൊണ്ട് അതവിടെ മയോക്കിൻസ് ഉണ്ടാവില്ല. അത് ആക്ടിവേറ്റ് ചെയ്യണം, അത് എക്സർസൈസ് ചെയ്യണം. ആ എക്സർസൈസ് ചെയ്യുമ്പോഴാണ് ഈ മയോക്കിൻസ് എന്ന് പറയുന്ന പ്രോട്ടീൻ ഉൽപ്പാദിപ്പിക്കുന്നത്. അപ്പോൾ മയോക്കിൻസ് ഉൽപ്പാദിക്കപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ എന്താണ്, ഹൗ മയോക്കിൻസ് വർക്ക്, ഇനി അത് എങ്ങനെയാണ് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നത്? ട്രാവൽസ് ത്രൂ ബ്ലഡ്, ക്രോസ് ബ്ലഡ് ബ്രെയിൻ ബാരിയർ ആൻഡ് റീച്ച് ബ്രെയിൻ. പ്രകൃതി സൃഷ്ടിച്ചിരിക്കുന്നതിനെ കുറിച്ച് നമ്മൾ പറയുമ്പോൾ നമ്മൾ ചിന്തിക്കണം. ക്രോസ് ബ്ലഡ് ബ്രെയിൻ ബാരിയർ, എല്ലാ ടൈപ്പ് ന്യൂട്രിയൻസിനും അല്ലെങ്കിൽ എല്ലാ ടൈപ്പ് പ്രോട്ടീൻസിനും അങ്ങ് ബ്രെയിനിലേക്ക് കടക്കാൻ സമ്മതിക്കുന്നില്ല. അതിനുള്ള ഒരു സിസ്റ്റം അവിടെ ഉണ്ടാക്കി വെച്ചിരിക്കുകയാണ്, ഒരു ഫിൽറ്റർ ഉണ്ടാക്കി വെച്ചിരിക്കുകയാണ്. അവിടെ ഗാർഡിനെ നിർത്തിയിരിക്കുകയാണ്. ആ ഗാർഡിനെ നിർത്തിയിരിക്കുന്നത് പാസ് ചെയ്ത് പോകാൻ മയോക്കിൻസ് എന്ന് പറയുന്ന ഈ പ്രോട്ടീന് മാത്രമേ സാധിക്കൂ. ഈ മയോക്കിൻസ് അതുവഴി കടന്ന് ചെന്ന് കഴിയുമ്പോൾ ബ്രെയിൻ സെൽസ് ഡെവലപ്പ് ചെയ്യുക കൂടി ചെയ്യും. സാധാരണ നിലയിൽ പറയുന്നത്, വൺസ് ബ്രെയിനിലെ സെല്ല് നശിച്ചു കഴിഞ്ഞാൽ
അത് വേറെ ഉണ്ടാവുകയില്ല എന്ന്. അതുകൊണ്ടാണ് കുട്ടികൾ അമ്മയുടെ ഉദരത്തിൽ ഉണ്ടാവുന്ന സമയത്ത് ആ ഭ്രൂണം ഉണ്ടാകുന്ന ആ സമയങ്ങൾ അമ്മയ്ക്ക് നല്ല രീതിയിൽ പ്രോട്ടീൻ കൊടുത്താലാണ് ആ കുട്ടിയുടെ അത് ഒരാഴ്ചക്കുള്ളിൽ കുട്ടിയുടെ ബ്രെയിൻ ഡെവലപ്പ് ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്യും. ആ സമയത്താണ് അമ്മയ്ക്ക് നല്ല രീതിയിൽ പ്രോട്ടീൻ കിട്ടേണ്ടത്. ആ സമയത്ത് പ്രോട്ടീൻ കിട്ടിയില്ലെങ്കിൽ കുട്ടിയെല്ലാം വലിച്ചെടുക്കും. അത് നിങ്ങൾക്കറിയോ, അമ്മയുടെ ഉദരത്തിൽ ഒരു കുട്ടി ഉണ്ടായി കഴിഞ്ഞാൽ അമ്മയുടെ ശരീരത്തിലുള്ള എല്ലാ പോഷകങ്ങളും കുട്ടി അങ്ങോട്ട് വലിച്ചെടുക്കും. അത് നാച്ചുറലായിട്ട് നടക്കുന്നതാണ്. അപ്പൊ അമ്മയ്ക്ക് നമ്മൾ പുറമേ നിന്നും നല്ല രീതിയിൽ ഭക്ഷണം കൊടുക്കുക എന്നുള്ളതാണ്. അത് പണ്ട് മുതലേ കാരണന്മാര് ഫോളോ ചെയ്തിരുന്ന കാര്യമാണ്. പല പല തരത്തിലുള്ള ഫുഡ് പ്രഗ്നൻസിയിൽ കൊടുക്കുന്നത് നമുക്കറിയാവുന്നതാണ്. അസ്ഥിയിൽ നിന്ന് ഈ വരെ ഉള്ളത് കുട്ടി വലിച്ചെടുക്കുന്നുണ്ടാവും. കാൽസ്യം വലിച്ചെടുക്കും. അമ്മയ്ക്ക് ഉണ്ടോ ഇല്ല എന്നുള്ളത് അവിടെ നോട്ടമില്ല. അപ്പൊ ഞാനതിനെ കുറിച്ച് പറഞ്ഞത് എന്താന്ന് പറഞ്ഞാൽ, മയോക്കിൻ നമ്മുടെ ശരീരത്തിൽ ഉണ്ടാക്കിയിരിക്കുന്ന ഒരു ബാരിയർ നമ്മുടെ ബ്രെയിനിലേക്ക് പോകുന്ന ബ്ലഡ്, എല്ലാ തരത്തിലുള്ള ബ്ലഡും അങ്ങോട്ട് കടത്തിവിടുന്നില്ല. അവിടെ ഒരു ബാരിയർ ഫിറ്റ് ചെയ്തിട്ടുണ്ട്. ആ ബാരിയർ കൂടി മയോക്കിൻസ് എന്ന് പറയുന്ന പ്രോട്ടീനാണ് അകത്തേക്ക് ചെല്ലുക. ഈ മയോക്കിൻസ് ആണ് നമ്മുടെ ബ്രെയിനിന്റെ ഹെൽത്ത് ഇൻക്രീസ് ചെയ്യാനും ഒക്കെ സഹായിക്കുന്നത്. ബ്രെയിൻ ആക്ടിവേഷൻ സ്റ്റിമുലേറ്റ്സ് ഹൈപ്പോകാമ്പസ് എന്ന് പറയുന്നത് എന്താന്ന് വെച്ചാൽ, ഹൈപ്പോകാമ്പസ് എന്ന് പറഞ്ഞാൽ ഇൻക്രീസ് BDNF, ബ്രെയിൻ ഡിറൈവ്ഡ് ന്യൂറോപ്റ്റിക് ഫാക്ടർ എന്ന് പറയുന്ന സംഭവം ബ്രെയിനിൽ ഉണ്ടാവുകയും, ഈ BDNF ആണ് ബ്രെയിൻ ഗ്രോത്ത് ഫാക്ടർ ഉണ്ടാക്കുന്നത്. ബ്രെയിനിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങളെ പരിഹരിക്കാൻ സഹായിക്കുന്ന ഫാക്ടർ ഡെവലപ്പ് ചെയ്യുന്നത് ഈ BDNF എന്ന് പറയുന്ന പ്രോട്ടീനാണ്. ആ BDNF ആണ് നമ്മുടെ ബ്രെയിനിലെ ഹെൽത്തി ആയി സൂക്ഷിക്കാൻ സഹായിക്കുന്നത്. ന്യൂറോപ്ലാസ്റ്റിസിറ്റി എന്ന് പറയും. ന്യൂറോപ്ലാസ്റ്റിസിറ്റി എന്ന് പറഞ്ഞാൽ ന്യൂ ബ്രെയിൻ സെൽ ഫോർമേഷൻ, ഇംപ്രൂവ്ഡ് മെമ്മറി ആൻഡ് ലേണിംഗ്. സാധാരണ നിലയിൽ പറയുന്ന ബ്രെയിൻ സെൽസ് നശിച്ചു കഴിഞ്ഞാൽ അത് നമ്മൾക്ക് ബിൽഡ് ചെയ്യാൻ സാധിക്കില്ല എന്നാണെങ്കിൽ, ഈ പറയുന്ന ന്യൂറോപ്ലാസ്റ്റിസിറ്റി വഴി, അതായത് നല്ല രീതിയിൽ നമ്മുടെ ലോവർ ബോഡി എക്സർസൈസ് ചെയ്ത് മയോക്കിൻസ് ഉൽപ്പാദിപ്പിച്ച് നമ്മുടെ ബ്ലഡിൽ എത്തിക്കഴിഞ്ഞാൽ അത് നമ്മുടെ ബ്രെയിനിലേക്ക് എത്തുകയും അവിടെ ന്യൂറോപ്ലാസ്റ്റിസിറ്റി വഴി ബ്രെയിൻ സെൽസിനെ ഫോം ചെയ്യാൻ സഹായിക്കുകയും ചെയ്തു. എങ്ങനെയാണ് നമ്മുടെ ഓർമ്മശക്തി നശിക്കുന്നത്? നമ്മുടെ ചില സെൽസ് ഒക്കെ ഡാമേജ് ആയി കഴിയുമ്പോഴാണ് നമ്മുടെ ഓർമ്മശക്തി വരുന്നത്. അതായത് നമ്മുടെ ഹാർഡ് ഡിസ്കിലെ ചില കോശങ്ങളൊക്കെ പോയി കഴിയുമ്പോൾ നമ്മൾ ഏറ്റവും അടുത്ത കാലത്ത് എല്ലാം മറന്നു, പണ്ടത്തെ കാര്യങ്ങൾ ഓർത്തൊക്കെ ഇരിക്കുന്നതിന്റെ കാരണം അത് സ്റ്റോർ ചെയ്തിരുന്ന ഹാർഡ് ഡിസ്ക് പോയി. ഇതെല്ലാം കൂടെ സ്റ്റോർ ചെയ്തിരിക്കുന്നത് നമ്മുടെ പണ്ട് ചെറുപ്പകാലം മുതലുള്ള എല്ലാം സ്റ്റോർ ചെയ്തിരിക്കുന്നത്. ചില കോശം പോയി കഴിഞ്ഞാൽ അന്നത്തെ കാര്യങ്ങൾ അങ്ങ് മറന്നു. അതാണ് സംഭവിക്കുന്നത്. അപ്പോൾ നമ്മൾ ഏത് പ്രായമാണോ എന്നൊന്നും നിങ്ങൾ വിചാരിക്കേണ്ട. മിനിമം ഒരു 5 മിനിറ്റ് ഒന്ന് എഴുന്നേറ്റ് നടക്കുക, ചുമ്മാ കുത്തിയിരിക്കാതെ. അറ്റ്ലീസ്റ്റ് നിങ്ങൾക്ക് ജോലിക്ക് പോകുന്നില്ലാത്ത വ്യക്തികളാണെങ്കിൽ ഒന്ന് കുത്തിയിരിക്കുക. പോലീസ് സ്റ്റേഷനിൽ ഇരിക്കുന്ന പോലെ ഇരിക്കാൻ പറ്റുന്നവർക്ക് ഒരു 10 പ്രാവശ്യം അങ്ങനെ ഒന്ന് ഇരിക്കും. ലോ BDNF കോസസ് അൽഷിമേഴ്സ്, പാർക്കിൻസൺ, ഡിപ്രഷൻ, കോഗ്നിറ്റീവ് ഡിക്ലൈൻ. ബ്രെയിൻ ഹെൽത്തിന്റെ കാര്യമാണ് ഈ പറഞ്ഞത്. ഈ ബ്രെയിനിനെ ബാധിക്കുന്ന ഇതൊക്കെ പണ്ട് നമ്മൾ കേട്ടിട്ടുണ്ടോ? എന്തുകൊണ്ട് കേട്ടില്ല? പണ്ടൊക്കെ എന്ന് പറഞ്ഞാൽ ആളുകൾ നന്നായിട്ട് അധ്വാനിച്ചിരുന്നു. ഒന്ന് നോക്കുക, എന്തെല്ലാം കുനിഞ്ഞ് അതായത് മുറ്റമടിക്കുന്നു, അല്ലെങ്കിൽ ഇരുന്ന് കുത്തിയിരുന്ന് പുല്ല് പറിക്കുന്നു, ഇരുന്നിട്ട് എഴുന്നേക്കുന്നു. എത്ര പ്രാവശ്യമൊക്കെ എഴുന്നേറ്റൊക്കെയാണ് പാടത്ത് ചെയ്തിരുന്നത്. ഓരോ കാര്യങ്ങളും നോക്കി കഴിയുമ്പോൾ ഇതെല്ലാം നമ്മുടെ ലോവർ മസിൽസിനെ വളരെയധികം ഹെൽപ്പ് ചെയ്തിരുന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അതർ സപ്പോർട്ടിങ് ഫാക്ടേഴ്സ് പറഞ്ഞാൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന വൈറ്റമിൻ ഡി, നല്ല വൈറ്റമിൻ ഡി എല്ലാം നമുക്ക് മാർക്കറ്റിൽ കിട്ടുന്ന വൈറ്റമിൻ ഡി അല്ല എന്ന് മനസ്സിലാക്കുക. ബി വിറ്റമിൻസ്, ഒമേഗ 3 ഇതെല്ലാം നമ്മുടെ ബ്രെയിൻ ഹെൽത്തിനെ സഹായിക്കുന്ന കാര്യങ്ങളാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അഡീഷണൽ ബെനിഫിറ്റ്സ് ഓഫ് ലെഗ് സ്ട്രെങ്ത്, പ്രിവെന്റ്സ് ഫാൾ, എസ്പെഷ്യലി 75+ ആവുന്ന സമയത്ത് ഇംപ്രൂവ് മൊബിലിറ്റി, ബെറ്റർ ബാലൻസിങ് ലഭിക്കാൻ നമ്മൾ ഈ പറയുന്ന ബാലൻസിങ് എക്സസൈസ് ചെയ്യണം. ബാലൻസിങ് എക്സസൈസും രാവിലെ നടക്കുന്ന എക്സസൈസ് പ്രോഗ്രാമിൽ ഒരു ദിവസം അത് ചെയ്യുന്നുണ്ട്. നമ്മൾ സിമ്പിളായിട്ട് പറയാം, മുമ്പോട്ട് നടക്കുക, പുറകോട്ടേക്ക് നടക്കുക. ഇത് ഞാൻ പറയുന്നുണ്ട്, സലീംബായി ആണ് അത് ചെയ്യുന്നത്. അതേസമയം നമ്മൾക്ക് പിന്നെ അവർ പഠിപ്പിക്കുന്നത് പറഞ്ഞാൽ ടോയിൽ നടക്കുക, എന്നിട്ട് തിരിച്ചു വരുമ്പോ ഉപ്പുറ്റിയിൽ നടക്കുക. ഇതൊക്കെ നമ്മൾക്ക് ഇതൊന്ന് നമുക്ക് ചെയ്യാം എന്നൊക്കെ പറഞ്ഞെങ്കിലും തന്നെ ആയിരിക്കുന്ന സമയത്ത് ഇത് ചെയ്യില്ല. അതേസമയം നിങ്ങൾ ഈ എക്സർസൈസ് നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് കിട്ടുന്ന ഒരു അവസരമാണ്.
5 ദിവസം വ്യത്യസ്തമായ 5 പേര് നിങ്ങൾക്ക് എക്സസൈസ് പ്രോഗ്രാം തരുന്ന 6:15 എഴുന്നേക്കണം. ജീവിതത്തിലെ ഏറ്റവും വലിയ കാര്യം എന്ന് പറഞ്ഞാൽ രാവിലെ എഴുന്നേൽക്കുക എന്നുള്ളതാണ്. അതിൽ നിന്ന് തന്നെ നമുക്ക് ഒത്തിരി നന്മകൾ ലഭിക്കുന്നുണ്ടാവും എന്നുകൂടി മനസ്സിലാക്കുക. മെറ്റാബോളിക് ബെനിഫിറ്റ്സ്. മെറ്റാബോളിക് എന്ന് പറഞ്ഞാൽ നമ്മുടെ ശരീരത്തിന്റെ പ്രവർത്തനമാണ്. ബെറ്റർ ഗ്ലൂക്കോസ് കൺട്രോൾ, പ്രിവെന്റ് ഡയബറ്റിക്സ്, BP, ഹാർട്ട് ഡിസീസ്, ഫാറ്റി ലിവർ. ഇതെല്ലാം കൺട്രോൾ ചെയ്യാൻ ഈ പറയുന്ന ലോവർ ബോഡി എക്സസൈസ് സഹായിക്കുന്നുണ്ടാവും. ബെറ്റർ ഗ്ലൂക്കോസ് കൺട്രോൾ. നമ്മൾ എന്താണ് ഞാൻ പറഞ്ഞത്, ബ്രീത്തിങ്ങിന്റെ സമയത്ത് നമ്മൾ എക്സസൈസ് നന്നായിട്ട് ചെയ്യുന്ന സമയത്ത് നന്നായിട്ട് ബ്രീത്ത് ചെയ്യുമ്പോൾ ഈ നമ്മുടെ ബ്ലഡിലുള്ള ഷുഗർ ബേൺ ചെയ്യും. ആ ബേൺ ചെയ്യാൻ വേണ്ടി ഓക്സിജനും കൂടി ചെല്ലണം. അപ്പൊ ബ്രീത്തിങ്ങും നടക്കും, ഇത് എക്സസൈസും നടക്കും, ഗ്ലൂക്കോസ് കത്തിപ്പോവും. ഇതെല്ലാം നമ്മളുടെ പ്രിവെൻഷനാണ് ഈ പറയുന്ന ഡയബറ്റിക്സ്, BP. ഈ ഡയബറ്റിക് ഒക്കെ സ്റ്റാർട്ട് ചെയ്ത് പിന്നെ അതങ്ങനെ BP ആയി, ഹാർട്ട് ഡിസീസ് ആയി, പിന്നെ അതിനുശേഷം ഫാറ്റി ലിവർ ആയി, കിഡ്നി ഡിസീസ് ആയി. മെഡിസിൻ കഴിക്കുമ്പോഴാണ് നമുക്ക് കിഡ്നി ഡിസീസിലേക്കൊക്കെ പോകുന്നത്. ഇതൊക്കെ പ്രിവെന്റ് ചെയ്യാൻ ഇത് ചെയ്തേ മതിയാവും. സോ മെസ്സേജ് എന്താണ്? മെസ്സേജ് എന്ന് പറഞ്ഞാൽ മസിൽസ് സെക്കൻഡ് ബ്രെയിൻ, മസിൽസ് ബോഡി ഫാർമസി. എന്താണ് നമ്മുടെ മസിൽസ് എന്ന് പറയുന്നത്? സെക്കൻഡ് ബ്രെയിൻ ആണ്, മസിൽസ് ആണ്. ഇവിടെ ഒരു ഫാർമസ്യൂട്ടിക്കൽ കമ്പനി ആയിട്ട് നമ്മുടെ ബ്രെയിനിന് ആവശ്യമുള്ള ഡ്രഗ്സ് അല്ലെങ്കിൽ ബ്രെയിനിന് ആവശ്യമുള്ള മെഡിസിൻ മാനുഫാക്ചർ ചെയ്യുന്ന ഒരു ഫാർമസിയാണ് നമ്മുടെ ബോഡി മസിൽസ് എന്ന് നിങ്ങളുടെ ഇന്നത്തെ മെസ്സേജ് ആയിട്ട് നിങ്ങൾ എടുക്കുക. മയോക്കിൻസ് ആർ യുവർ ഡെയിലി ബ്രെയിൻ മെഡിസിൻ. മയോക്കിൻസ് നമ്മൾ ആൾക്കാരെ എക്സർസൈസ് ചെയ്യുന്നതിന്റെ പ്രധാന എന്ന് പറഞ്ഞാൽ ലുക്ക്, നല്ല ബോഡി ഷേപ്പ് ഒക്കെ ഉണ്ടാക്കാൻ വേണ്ടിയാണ് ആൾക്കാർ ഈ എക്സർസൈസ് ചെയ്യുന്നത്. ചില ആളുകൾ വയറ് കുറയ്ക്കാൻ വേണ്ടി എക്സർസൈസ് ചെയ്യും. വൺസ് വയറ് വന്നു കഴിഞ്ഞാൽ അത്ര ഈസി അല്ല. വയറ് കൂടിക്കഴിഞ്ഞാൽ നിങ്ങൾ ജിമ്മിൽ പോയി തന്നെ ജിമ്മിലെ ഇൻസ്ട്രക്ടർ പറയുന്ന അനുസരിച്ച് ചെയ്യണം. അതൊക്കെ ചെയ്യുന്ന നമ്മുടെ ആക്ടേഴ്സ്, നല്ല കോസ്റ്റ്ലി ആയിട്ടുള്ള ആക്ടേഴ്സ് തടി വയ്ക്കുന്നു, കുറയ്ക്കുന്നു, വയറ് കൂട്ടുന്നു, കുറയ്ക്കുന്നു. അതൊക്കെ അവർ സാധിക്കും. അവര് രാവിലെ 3-4 മണിക്കൂർ ജിമ്മിൽ പോയി വർക്ക് ചെയ്തിട്ടാണ്. നമുക്കത് സാധിക്കില്ല. കുറെ കാലം വയറ് കുറയ്ക്കാൻ വേണ്ടി നമ്മൾ ജിമ്മിൽ പോയി നടന്നില്ല, നിർത്തി. നമ്മൾ എക്സർസൈസ് ചെയ്യുന്ന നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മുടെ ഷെയ്പ്പ് അങ്ങ് ഉണ്ടാവും എന്നുള്ള ആദ്യമേ തോന്നൽ അങ്ങ് തലയിൽ നിന്ന് അങ്ങ് എടുത്തു കളയുക. നമ്മുടെ ശരീരത്തിന്റെ മസിൽസ് ആക്ടിവേറ്റ് ചെയ്യുമ്പോൾ കിട്ടുന്ന ഗുണങ്ങൾ, ഷെയ്പ്പായി ആൾക്കാർ നല്ല ഷെയ്പ്പാന്ന് ഒരു മനുഷ്യൻ പറയൊന്നുമില്ല. അങ്ങനെ ഷെയ്പ്പ് ആയതുകൊണ്ട് നമ്മൾക്ക് സന്തോഷം ഉണ്ടാവും, കാര്യം ശരി തന്നെ. പക്ഷെ നമുക്ക് അതിലും വലിയ ബെനിഫിറ്റ് ആണ് നമ്മൾ എക്സർസൈസ് ചെയ്യുമ്പോൾ നമ്മുടെ ശരീരത്തിന് കിട്ടുന്നതെന്ന് നമ്മൾ മനസ്സിലാക്കണം. എക്സർസൈസ് ഫോർ ബ്രെയിൻ, ലൈഫ് ആൻഡ് ലോങ്ങിവിറ്റി. കൂടുതൽ കാലം ഹെൽത്തി ആയിട്ട് ജീവിക്കുക, മരിക്കുന്നവരെ ഹെൽത്തി ആയിട്ട് ജീവിക്കാൻ വേണ്ടിയാണ് നമ്മൾ എക്സർസൈസ് ചെയ്യേണ്ടത്. അല്ലാതെ ഇനിയിപ്പോ എന്താ ഇതുപോലെയൊക്കെ ആയി, ഇനി ഞാൻ എക്സർസൈസ് ചെയ്തിട്ട് എന്താവാനാ, എൻ്റെ വയറൊന്നും കുറയില്ല എന്ന് പറഞ്ഞിരിക്കാതെ നമ്മൾ ഇതുപോലുള്ള എക്സർസൈസ് ചെയ്യുക എന്നുള്ളതാണ്. കോൾ ടു ആക്ഷൻ. ജോയിൻ മൈ വെൽനസ് പ്രോഗ്രാം. ഞങ്ങൾക്ക് ഫ്രീ ആയിട്ട് ഇവിടെ വെൽനസ് പ്രോഗ്രാം, രാവിലെ എക്സർസൈസ് ചെയ്യാനുള്ള പ്രോഗ്രാം ഉണ്ട്. ലേൺ സയന്റിഫിക് എക്സർസൈസ് മെത്തേഡ്സ്. നിങ്ങൾ തെറ്റായി ചെയ്യുന്നുണ്ടെങ്കിൽ തിരുത്താൻ വരെ ആൾക്കാരുണ്ട്. ഇംപ്രൂവ് യുവർ ബ്രെയിൻ ആൻഡ് ലൈഫ്. ഇതാണ് എനിക്ക് പറയാനുള്ളത്. സോ ഇന്ന് നമ്മൾ ഒരു വ്യത്യസ്തമായിട്ടുള്ള ഒരു ഇൻഫർമേഷൻ ആണ് നിങ്ങൾക്ക് കിട്ടിയത് എന്ന് ഞാൻ കരുതുന്നു.